എനിക്ക് വോട്ടൊന്നും ആയിട്ടില്ല. വോട്ടിനുള്ള പ്രായമായിട്ടില്ല. വോട്ടിന് പ്രായമായിട്ടില്ല. LDF വിജയിക്കാൻ സാധ്യത. ജയിച്ചിട്ട് പ്രയോജനമില്ല, അങ്ങ് BJP വരാം. ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് സുധാകരൻ ജയിച്ചോട്ടെ. ആര് ജയിച്ചാലും കണ്ണൂരിന് നല്ലത് ചെയ്താൽ 3 ശക്തമായ സ്ഥാനാർത്ഥികളുടെ നമ്മുടെ കേരള സർക്കാർ ഭരിച്ചേരിച്ചും മുടിച്ചേരിച്ചും സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. കണ്ണൂരിന്റെ കണ്ണാകാൻ ആര് എന്നുള്ളതാണ് നമ്മൾ വോട്ടർമാരോട് ചോദിക്കുന്നത്. കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. LDF വേണ്ടി MP ജയരാജൻ മത്സരിക്കുന്നു. അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിനോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. UDF വേണ്ടി മത്സരരംഗത്തുള്ളത് K സുധാകരനാണ്. അദ്ദേഹം ഇവിടുത്തെ സിറ്റിംഗ് MP ആണ്. അതിനോടൊപ്പം തന്നെ KPCC പ്രസിഡന്റുമാണ്. BJP വേണ്ടിയിട്ട് മത്സരിക്കുന്നത് C രഘുനാഥാണ്. അദ്ദേഹം മുൻ DCC ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഈ അടുത്ത കാലത്താണ് BJP എത്തിയത്. ഈ 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ഇലക്ഷന് വേണ്ടി വിധി തേടുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയാം കണ്ണൂരിന്റെ കണ്ണാകാൻ ആര്. ചേട്ടാ, ഇപ്പൊ ഇലക്ഷൻ ആണല്ലോ, ഇലക്ഷൻ അല്ലേ? ഈ കണ്ണൂര് ആരായിരിക്കും വിജയസാധ്യത എന്ന് പറയാൻ പറ്റുമോ? സുധാകരൻ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം? UDF നല്ല സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ്. കണ്ണൂർ മണ്ഡലത്തിൽ പൊതുവിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? MP ജയരാജൻ. എന്തുകൊണ്ടാണ്? കാരണം ഉണ്ടാവുന്നത്? കാരണം കണ്ണൂരിൽ കഴിഞ്ഞ നിലവിലുള്ള MP-യുടെ പ്രവർത്തന വീഴ്ച, വികസന രംഗത്ത് കാര്യമായി ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുണ്ട്. പിന്നെ MP ജയരാജൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എടക്കാട് നിയോജക മണ്ഡലം MLA ആയി 2 ടേം ഉണ്ടായിരുന്ന 10 വർഷം ഉണ്ടായിരുന്നതാണ്. ആ കാലത്ത് എടക്കാട് മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കും. വ്യക്തി കേന്ദ്രീകൃതമല്ല, ഒരു പാർട്ടി മുന്നണിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ഇടതുപക്ഷ മുന്നണി ജയിക്കുന്നതാണ്. ആര് ജയിച്ചാലും കണ്ണൂരിന് നല്ലത് ചെയ്താൽ അത്രേ ഉള്ളൂ. നല്ലത് ചെയ്യണമെന്നുള്ള ആരെങ്കിലും ജയിക്കട്ടെ. കണ്ണൂര് കടുത്ത മത്സരം തന്നെ. രണ്ടുപേരും ശക്തമായിട്ടുള്ള പോരാട്ടം കണ്ടു. വിജയസാധ്യത പറയാൻ പറ്റില്ല. വിജയസാധ്യത ടഫാണ്. ആരെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സുധാകരൻ സംശയം. ആണോ? നല്ല സുധാകരനായിരിക്കും ജയിക്കുക. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഈ നിലവിലെ സാഹചര്യത്തിൽ ആർക്കാണ്? ഇതൊരു ഓൺലൈൻ മീഡിയ. ഇവിടെ ജയിക്കാൻ ചെറിയ മാർജിൻ 1000 വോട്ട്സിനെങ്കിലും സുധാകരൻ ജയിക്കും. ബിക്കോസ് SDP വോട്ട് ഓട്ടോമാറ്റിക്കലി കേൾക്കാം. മനസ്സിലായി. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാല് പിന്നെ മറ്റേ BJP കാൻഡിഡേറ്റിന് വോട്ട് കിട്ടൂല. കഴിഞ്ഞാല് ഇന്നലെ കോൺഗ്രസും ഇന്ന് BJP ആണ്. അപ്പം BJP-യിലുള്ള വോട്ടർക്ക് തന്നെ ഒരു നല്ല ഉറപ്പല്ല, കൺഫേം അല്ല. പിന്നെ അവരുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു 100 രൂപ എന്നിട്ട് പറയും നിങ്ങൾ പിടിച്ചോന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വേണ്ടാന്ന്. കാരണം ഞാൻ ഒരു കച്ചറ പിടിച്ചാളാന്ന് ചോദിച്ചിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ആ വോട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വോട്ട് കിട്ടും. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ നയങ്ങള് മുസ്ലിമുകൾക്ക് കോൺഗ്രസിന്റെ നയം അനുകൂലമാണ്. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാല് സുധാകരൻ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണൂർ ജില്ലയിൽ നല്ല ഇമേജ് ഉള്ള ആളാണ്. മനസ്സിലേ? ഇമേജ് എന്ന് പറഞ്ഞാല് പിന്നെ ഇയാള് ജയരാജൻ വർഷം നല്ല അറിഞ്ഞിടത്തോ. പക്ഷെ അതിനേക്കാളും ഇമേജ് ആൻഡ് കൺട്രോളിംഗ് പവർ ഉള്ള ആളാണ്. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസ് പൂർണ്ണമായിട്ടുള്ള പിന്തുണയില്ലേ? പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം ജനങ്ങൾ കേട്ടില്ല. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തിനെയും മാനിക്കുന്ന ആളാണ്. നിലവിലെ സാഹചര്യം വെച്ചിട്ടേ കണ്ണൂർ മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? ഭയന്നോ? എല്ലാരും ഭയന്നോ? ആർക്കാ എന്നാലും ഒരു ഇഷ്ടം? ആർക്കാ? ജയരാജൻ. എന്തുകൊണ്ടാ ജയരാജാണെന്ന് പറയാൻ കാരണം ഉണ്ടാവും? ജയരാജനായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ടാണോ? നമ്മളും അതാണോ ജയരാജനാണ്? എന്താ പറയാ? സുധാകരനാണോ? ബന്ധുക്കളാണോ എല്ലാരും? ആകെ വിഷയമാ വീട്ടിൽ ചെന്നു. എന്തുകൊണ്ടാ സുധാകരനാണെന്ന് പറയാൻ കാരണം ഉണ്ടാവും? ജയരാജന് വീഴ്ച നല്ല സ്ഥാനാർത്ഥി സുധാകരൻ തന്നെയാണ്. പക്ഷെ ചേട്ടൻ ഇഷ്ടം സുധാകരനെയാണ്. അതുകൊണ്ട് സുധാകരനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. ചേച്ചിക്ക് എന്താ പറയാ? ജയരാനാണോ? പറഞ്ഞു പറയിച്ചാണോ?
അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ്. ആ. ആരാ ജയിച്ചാലൊന്നും എനിക്കറിയത്തില്ല. ആ. ആരെങ്കിലും ജയിച്ചോട്ടെ, അത്ര തന്നെ. ഇന്നലെ ഒരു ആഗ്രഹം ഉണ്ട് ആര് ജയിക്കണോന്ന്. സുധാകരൻ ജയിച്ചോട്ടെ. എന്തോ? ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് ആ. സുധാകരൻ ജയിച്ചോട്ടെ. കോൺഗ്രസ് ആയതുകൊണ്ട് സുധാകരൻ ജയിക്കണം. ആരാണെങ്കിലും ആര് ജയിച്ചാലും നാടിന് വേണ്ടിയല്ലേ, അത്രേ ഉള്ളൂ. കോൺഗ്രസ് ആയതുകൊണ്ട് സുധാകരൻ ജയിക്കണം തന്നെ ഇഷ്ടം. ആ, അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതത്ര ഒരു ഇതില്ലല്ലോ, സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല കേസ്. സുധാകരൻ അതെന്തുകൊണ്ടാ? കറകളഞ്ഞ കോൺഗ്രസ്സുകാരിയല്ല അതുകൊണ്ടാണോ? കറകളഞ്ഞ കോൺഗ്രസ്സുകാരിയല്ല അതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നല്ല, ആർക്കായാലും. ആണോ? അതിപ്പം സുധാകരനായാലും ശരി, നമ്മുടെ MP ജയരാജനായാലും ആരായാലും അതായാലും കുഴപ്പമില്ല. ആർക്കാ ഒരു ജയസാധ്യത അല്ലെങ്കിൽ ഉമ്മയുടെ ഒരു ആഗ്രഹം? ജയരാജൻ ജയരാജൻ LDF ജയിക്കണോന്ന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അത് ഇഷ്ടം കൊണ്ടാണോ? നല്ലതാണ് ജയരാജൻ, അതുകൊണ്ട് അദ്ദേഹം ജയിക്കണം. കോൺഗ്രസിന്റെ ഭരിച്ച് CPM ഭരിച്ച് നമ്മളെ വീട് പഴയ ഓളപ്പോരെ പൊട്ടിപ്പൊരിഞ്ഞ് വിടാനായിട്ട് ഒരു പാർട്ടിക്കാരോട് പറഞ്ഞിട്ടും ഒരാളും ഒരു വീടിനെ റിപ്പയർ വരെ ഇന്നതല്ല. കോൺഗ്രസ് ഒന്നല്ല, CPM ഒന്നല്ല. ഇനിയിപ്പോ ഞാൻ ഇവിടെ ആരോഗ്യ കാര്യം ആരും വേണ്ട, ആരും ഭരിക്കണ്ട. ഇനി ആരും ഭരിക്കണ്ട. ഇനി പൊതുജനങ്ങൾ, ഇനി ജനങ്ങള് ഭരിക്കട്ടെ. ഇനി ജനങ്ങള് ഭരിച്ചോട്ടെ. ഓക്കെ. കണ്ണൂരിലെ ഫലദോഷം തന്നെ വരണം എന്ന രീതിയിലാണ് കെ സുധാകരൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 8 വർഷത്തോളമായി 7 വർഷത്തോളമായിട്ട് നമ്മുടെ കേരള സർക്കാർ ഭരിച്ച് ഏകദേശം ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ PSCയിലെ പോലീസ് റാങ്ക് ലിസ്റ്റ് റിമൂവ് ചെയ്യപ്പെട്ട് എത്ര ദിവസമായി അവർ സമരത്തിലേക്ക് ഏർപ്പെട്ടിട്ട്. അപ്പോൾ അവരുടെയൊക്കെ നിയമം നടന്നു. ഈവൻ ഞാനിപ്പോൾ ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ജോബ് ഉണ്ടെങ്കിൽ പോലും വേറെ ലിസ്റ്റിലുള്ള ആളാണ്. ഇപ്പോഴും നമ്മളെ നിയമനം ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഭരണമാറ്റം വരണം. ഇവിടെയല്ല, ഇത് കേരളത്തിലാണ് നടക്കുന്നതെന്ന് അറിയാം. എങ്കിൽ പോലും ഇവിടെ ഈ ഒരു 20-20 കോൺഗ്രസ് നേടിയിട്ട് ഈ ഒരു പാഠം അവർ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം കേരളം ഭരിക്കുന്നവർ പഠിക്കേണ്ടതുണ്ട്. ഓഫ് കോഴ്സ് കേന്ദ്രത്തിൽ ഈ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം തിരിച്ച് കോൺഗ്രസ് ഭരണം വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. ബിഗ് ബോസ് ആരാണ്? ബിഗ് ബോസിൽ എനിക്ക് അർജുനാണ്. ബിഗ് ബോസ് കാണുന്നതോട് എപ്പോഴും കാണുമോ? ഇതിലും ഓൾമോസ്റ്റ് കാണും. അർജുനാണ് ഇപ്പോഴത്തെ ഇഷ്ടം. അർജുനാണ് പേഴ്സണൽ ഇഷ്ടം. എന്നാലും അത്യാവശ്യം എല്ലാവരും വളരെ എന്റർടൈനിങ് ആണ്. അതേപോലെ IPL എല്ലാം കാണും. ഇപ്പൊ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് അധ്യാപകനാണോ? ഞാൻ അധ്യാപകനാണ്. ഇവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടെ കണ്ണൂർ മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളതെന്ന് പറയുമോ? സുധാകരനാണോ? എന്തുകൊണ്ടാണ് സുധാകരനാന്ന് പറയുന്നത്? സുധാകരനായിരിക്കും. പ്രത്യേക കാരണം ഉണ്ടോ? ഇഷ്ടം കൊണ്ട് പറയാനാണോ? മൊത്തത്തിൽ പറഞ്ഞത്. അമ്മ എല്ലാരും അതാണോ പറയുന്നത്? ആണോ? സുധാകരനാണോ? നമുക്ക് എന്താ പറയാ? താല്പര്യം പോലെ സുധാകരനോടാണ് നമുക്ക് താല്പര്യം, അതുകൊണ്ട് അത് ചെയ്യുന്നത്. എല്ലാം കൊണ്ട് LDF നോക്കാം. എന്തൊക്കെ കാരണങ്ങളുണ്ടാവും? ഈ ഭരണ ഇത് അതുപോലെ തന്നെ നേരത്തെ ഈ LDF സ്ഥാനാർത്ഥി നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇനി പ്രവർത്തിക്കുന്ന വിശ്വാസം ഇത് നാട്ടുകാർക്ക് ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും എന്നല്ല, LDF വിജയിക്കാൻ സാധ്യതയാണ് കൂടുതലുണ്ട്. ബ്രോ, നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിലെ ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത്? സുധാകരനാണ്. സുധാകരനാണോ? എന്തുകൊണ്ട് അദ്ദേഹമാണെന്ന് പറയുന്നത്? അങ്ങനത്തെ ഭരണല്ലേ ഇപ്പൊ. നമ്മളെ കണ്ണൂരെ സംബന്ധിച്ച് സാഹചര്യം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആണോ? തിരിഞ്ഞും പറഞ്ഞാണ് എപ്പോ നടക്കുന്നത്. ശക്തമായ സ്ഥാനാർത്ഥികളാണ് 3 ശക്തമായ സ്ഥാനാർത്ഥികളുടെ. അതുകൊണ്ടാണ്. ഓക്കെ. കണ്ണൂർ മണ്ഡലത്തിലാണോ വോട്ട്? ഇവിടെ ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത് ഇപ്പൊ? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശക്തമായ സ്ഥാനാർത്ഥികളായതുകൊണ്ടാണോ? ഞാൻ വോട്ടിനൊന്നും എനിക്ക് വോട്ടൊന്നും ആയിട്ടില്ല. വോട്ടിനുള്ള പ്രായമായിട്ടില്ല. വോട്ടിന് പ്രായമായിട്ടില്ല. ഞാൻ ശ്രമിക്കാൻ നമുക്ക് വോട്ട് ഞാൻ വിദേശത്തുണ്ടാകണം. വോട്ട് ചെയ്യാൻ വേണ്ടി ഇല്ല. എവിഡൻസ് ഒന്നുമില്ല. പ്രായത്തിന്റെ അല്ല. ഞാൻ പൊതു പ്രവാസി പുറത്തുണ്ടായിരുന്നു. ഉണ്ട്. ആധാർ കാർഡ് എല്ലാം ശരിയാക്കി. പക്ഷെ വോട്ടിന്റെ നമുക്ക് പെട്ടെന്ന് അപ്പൊ നിയമപ്രകാരം ശരിയാക്കി തരാന്നാണ്. പിന്നെ നോക്കുമ്പോ അന്വേഷണമൊക്കെ ടൈം കഴിഞ്ഞു. അതോ 17 വയസ്സായതുകൊണ്ടാണ്? 17 വയസ്സ് നമ്മള് മുമ്പേ നാടുവിട്ടാണല്ലേ. ഓക്കെ, ശരി. നിലവിലെ സാഹചര്യം കണ്ണൂരിൽ ആർക്കാ ജയസാധ്യത? അമ്മയുടെ ഒരു ആഗ്രഹം ഒന്നും പറയാൻ പറ്റുന്നില്ല. ആണോ? ജയരാജനായിരിക്കും. എന്തുകൊണ്ട് അമ്മ എങ്ങനെ? അമ്മയുടെ ഒരു പ്രാർത്ഥന ജയരാജനൊപ്പമാണോ? ആർക്കാ ഒരു വിജയ സാധ്യത ഉള്ളത്? സുധാകരൻ തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടാവും?
ഒരു കാരണം ഉണ്ടോ? അയാള് വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, അതുകൊണ്ട് തന്നെ ആര് പോയാലും അയാള് രാഷ്ട്രീയപരമായിട്ടൊന്നും നോക്കാണ്ടെല്ലാം ചെയ്തു. വ്യക്തിപരമായിട്ട് എല്ലാം ചെയ്തു. രാഷ്ട്രീയം നോക്കാറില്ല ഒരു പ്രശ്നമായിട്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ താഴെ ഘടകത്തിൽ നിന്ന് എഴുത്ത് വേണം, അത് വേണം, ഇത് വേണം, എല്ലാവരുടെ ആയിരിക്കും പോകാം. അങ്ങനൊന്നും ഇല്ല, നേരിട്ട് കാണാൻ പറ്റും, നേരിട്ട് കാര്യങ്ങൾ ചെയ്യുക ചെയ്തു. പറ്റുമെങ്കിൽ അപ്പാടന്നെ ചെയ്തു. അതുകൊണ്ട് കേസുകാരനാണ് സാധ്യത. കണ്ണൂരിൽ ആർക്കാർ വിജയസാധ്യത ഉള്ളതെന്ന് പറയും? അത് നമുക്കറിയില്ലപ്പാ. ആണോ? ശക്തമായ മത്സരമാണ്, അതുകൊണ്ടാണ്. മത്സരം നമുക്കറിയില്ല എന്നാണ് ഇവരെ. ആരാണ് നമ്മൾ? കണ്ണൂരിൽ ആർക്കാ ഒരു വിജയസാധ്യത ഉള്ളത് ഇപ്പോൾ ഈ അവസരത്തിൽ? കഴിഞ്ഞ വർഷം ജയിച്ചാലുള്ള വിജയസാധ്യത കൂടുതലുള്ളത്. കാരണം വെച്ചാല് കെ സുധാകരൻ ഉള്ളത് വിജയസാധ്യത കൂടുതൽ അയാൾക്കാ കാണും. രണ്ടോട്ട് മോശമല്ല, രണ്ടോട്ട് പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. സാധ്യത അയാൾക്കാ കാണുന്നു, അദ്ദേഹത്തിനാണ് സാധ്യത. അല്ലേ അപ്പൊ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചേട്ടന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മുന്നണി വന്നാലും നമുക്ക് നല്ല ആണോ? ആര് ജയിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് ഇതായിട്ട് എന്തെങ്കിലും ഗുണം കിട്ടണം, അത്രേ ഉള്ളൂ. സുധാകരൻ ജയിക്കുന്നത് ആണോ? എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു പറയാം? അദ്ദേഹം കണ്ണൂരിലെ ഒരു ജനകീയനായതുകൊണ്ട്. ജനകീയനായ നേതാവാണ്, അതുകൊണ്ട് കെ സുധാകരനാണ് സാധിച്ചത്. ഇവിടെ ഇതേ അഭിപ്രായമാണോ? അതേ അഭിപ്രായം, സുധാകരൻ തന്നെ. പിന്നെ ജനകീയനാണെന്നുള്ള ഒറ്റ കാരണമാണോ അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എല്ലാം കൊണ്ട് നോക്കിയാൽ നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് കെ സുധാകരനാണ്. കണ്ണൂരിൽ ആർക്കാ ഒരു വിജയസാധ്യത ഉള്ളത് ഇപ്പോൾ? ജയരാജൻ. ജയരാജനാണ്. എന്തുകൊണ്ടാണ് ജയരാജൻ പറയുന്നത്? ജയരാജൻ നല്ലൊരു നേതാവാണ്. DYFIയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. സാധാരണക്കാരന്റെ ആവശ്യങ്ങളും എല്ലാം അറിയുന്നൊരു നേതാവ്, അതുകൊണ്ട് അയാളെ വിജയിക്കും. ജയരാജൻ. അത് എം പി ജയരാജൻ. എന്തുകൊണ്ട് അദ്ദേഹമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ട്? ഇടതുപക്ഷത്തിനാണ് വോട്ട് കൊടുത്തത്. ഇടതുപക്ഷത്തിനാണ് ചേട്ടൻ വോട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് എം പി ജയരാജനാണ്. എന്തുകൊണ്ടാണ്? കാരണമൊന്നുമില്ല, നല്ല നേതാവായതുകൊണ്ട്. നല്ല നേതാവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനാണ് സാധ്യത. കണ്ണൂരിപ്പോ എന്താ പറയാ, ഒരാള് ജനങ്ങള് തെരഞ്ഞെടുക്കുന്നവരുണ്ടാവും, കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റൂല. അല്ല, ജയിക്കുന്ന ആരാന്ന് പറയണ്ട, എന്നാലൊരു സാധ്യത ആർക്കാന്ന് പറയാൻ സാധിക്കും? സാധ്യത ഇപ്പോ പറയാൻ കഴിയൂല. ഇപ്പോ ഒരാളെ ജനങ്ങള് പ്രത്യേകിച്ച് ഓരോരോ മെന്റാലിറ്റി ഉള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നും അറിയില്ല, നമുക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നും അറിയുന്നില്ല. നമ്മള് കിട്ടുന്ന ആളെ വോട്ട് ചെയ്യുന്നത് നമ്മള് നല്ലതാണ്, അത്രേ ഉള്ളൂ. ആഗ്രഹമൊന്നുമില്ല ആര് ജയിക്കണം? ജയിക്കാൻ ആരെങ്കിലും ഒരാൾ ജയിക്കും, പക്ഷെ ജയിച്ചിട്ട് പ്രയോജനമില്ല. അങ്ങ് BJP തന്നെയല്ലേ വരാം. ആര് ജയിച്ചിട്ടും കാര്യമില്ല. അവിടെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വിജയസാധ്യത MP ജയരാജൻ ആണോ? അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹമാണെന്ന് പറയാൻ പറ്റിയ കാരണം? ഞാൻ പണ്ട് രാഷ്ട്രീയ ഇടതുപക്ഷത്തിലുള്ള CPM ചേട്ടൻ ഇടതുപക്ഷ ചിന്താധികാരനാണ്, അതുകൊണ്ട് MP ജയരാജൻ ജയിക്കുമെന്ന് ആഗ്രഹിക്കും. സാധ്യത സുധാകരൻ. സുധാകരനാണ് സിറ്റിംഗ് MP ക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ്? കാരണം ഇടതുപക്ഷത്തിന് സ്കോപ്പില്ല ഇവിടെ ഇല്ല. മഹത്താ ഇന്ത്യ രാജ്യത്ത് ഒരു മൂലയിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ചിഹ്നം തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് ചിഹ്നം കിട്ടൂ. ഇപ്രാവശ്യം ചിഹ്നവും ഉണ്ടാവും. അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയിൽ അവർക്കൊന്നും വഹിക്കാനില്ല. ഇതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP തന്നെ ജയിക്കും. സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കണ്ണൂർ ടൈറ്റ് മാച്ചാണ്. ശക്തരായ സ്ഥാനാർത്ഥികളാണ്. നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ LDF ജയിക്കണം ആഗ്രഹം, ജയരാജൻ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ട്? പ്രത്യേക കാരണം ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം ജയിക്കണം ആഗ്രഹിക്കും. നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂരിൽ ആർക്കാ സാധ്യത ഉണ്ടെന്ന് പറയും? അതെന്ന് പറഞ്ഞ ഒരു മാറ്റം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളൊരു സാധാരണക്കാരനാണ്. അപ്പൊ നമ്മുടെ നാട്ടിന് ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത ഒരു MP നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പൊ MP എന്ന നിലയിൽ ഒരു മനുഷ്യൻ പാലിക്കേണ്ടുന്ന ഒരു വർത്തമാനമല്ല അദ്ദേഹം പലപ്പോഴും പറയാം. അദ്ദേഹം ഒരു സിറ്റിംഗ് MP ആയിട്ടുള്ള സുധാകരൻ എന്താ വെച്ചാല്, ഒരു മനുഷ്യൻ അവരുടെ വർത്തമാനത്തിലൂടെ അവരെന്തു പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിലയിരുത്തുക. നമുക്ക് അങ്ങനെയുള്ളൊരു MP ആണോ ആവശ്യം? അല്ല. അത് മാത്രമല്ല, ഇവിടെ 20% മാത്രമേ MP-യുടെ ഫണ്ടിൽ നിന്ന് അദ്ദേഹം ചെലവാക്കിയിട്ടുള്ളൂ. ഇപ്പോഴും 100% എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ MP അല്ല നമുക്ക് വേണ്ടി. നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മളെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ നാടിന് നന്മ ചെയ്യുന്ന, അതിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ആളെയാണ് വേണ്ടത്. അല്ല, ഇപ്പം രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തുകൊണ്ടും പിന്നെ ഇടതുപക്ഷത്തിന്റെ MP ജയരാജൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും പബ്ലിക്കായിട്ട് ഉപയോഗിച്ചായിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ ഉള്ളത് C രഘുനാഥാണ്, BJP-യിലാണ്.
അപ്പോൾ അതില് എന്തുകൊണ്ടും ജയിക്കാൻ അർഹതയുള്ളതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എം വി ജയരാജനാണ്. LDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. LDF വരണമെന്നാണ്. കെ സുധാകരൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണം കൊണ്ടോ ഇഷ്ടം കൊണ്ടാണോ? ഇപ്പോഴത്തെ ഈ കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ വിരുദ്ധ നയങ്ങൾക്കെതിരെ അത് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നതാണ് വിചാരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ടായിരുന്നു ചേട്ടാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് യാതൊരു നോളജ് ഇല്ല. ആ കുഴപ്പമില്ല. ആരെ ആഗ്രഹം ജയിക്കണോ? എനിക്ക് സുധാകരൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. അത് ഒരു ഇഷ്ടം കൊണ്ടാണോ? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? കോൺഗ്രസ്സുകാരനായ കാരണം എന്ന് പറഞ്ഞാൽ സുധാകരനെ പണ്ടേ അറിയാം. പിന്നെ ജയരാജനും വോട്ട് കൊടുക്കലുണ്ട്, മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ഇപ്രാവശ്യം ഏതായാലും സുധാകരൻ കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ്. അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹം. നിലവിലെ സാഹചര്യം വെച്ചിട്ട് ആർക്കാ ഒരു ജയസാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? കണ്ണൂര് സുധാകരനാണെന്ന് തോന്നുന്നു ജയസാധ്യത. ആണോ? ജയസാധ്യത സുധാകരനാണ് എൻ്റെ അഭിപ്രായം. ആണോ? എന്തുകൊണ്ടാണ്? കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടം കൊണ്ടാണോ? കേന്ദ്രത്തിലൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന ജനങ്ങള് കേരളത്തില് ശത്രുക്കളാണെങ്കിലും തമിഴ്നാട് മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഒന്നാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ വിചാരം ജയിക്കുന്നതിനെക്കാട്ടി നല്ലത് കോൺഗ്രസിന്റെ കെ സുധാകരൻ ജയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ആരെ പറയണമെന്നാണോ? സുധാകരൻ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ആഗ്രഹം അതാണ്. സുധാകരനായിരിക്കണം എന്നാണ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം അതാണ്. കാരണം ഇപ്പോഴത്തെ ഭരണം അങ്ങനെയാണ്. അതായത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ജനദ്രോഹ നയത്തിനെതിരെ ഒരു ഇതുണ്ടാവുമെന്നാണോ വിചാരിക്കുന്നത്? അതുകൊണ്ട് കെ സുധാകരനാണ്. ഈ കണ്ണൂർ മണ്ഡലത്തിൽ ആർക്കാ ഒരു ജയസാധ്യത ഉള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആണോ? നേരിയ മുൻതൂക്കം പറയാൻ സാധിക്കുമോ? ഒന്നും പറയാൻ കഴിയില്ല. ഓക്കെ.